ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ബേബി ഷാർക്ക് തീം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിൽ ഫോണ്ടൻ വർക്കൊക്കെ വളരെ മിനിമലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനത് കേക്ക് ഇവിടെ ചെയ്തു ലെയർ ചെയ്തു ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് 1 kg വരുന്ന സ്ട്രോബെറി കേക്കാണ്. 6 ഇഞ്ചിൻ്റെ 2 ടിന്നിലായിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ടോട്ടൽ 4 എഗ്ഗ് വെച്ചിട്ടുള്ള ബാറ്റർ ആയിരുന്നു. അപ്പോൾ 6 ഇഞ്ച് 2 ടിന്നിലായിട്ട് ബേക്ക് ചെയ്ത് അപ്പോൾ ലെയർ ചെയ്ത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ സ്ട്രോബെറി കേക്കിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. തൽക്കാലം ഞാനിതിൽ ഡെക്കറേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ കേക്ക് ഓൾറെഡി ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ലവണ്ണം തണുപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷമാണ് ഫൈനൽ കോട്ടിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഫൈനൽ കോട്ടിംഗ് ഫുള്ളായിട്ട് വൈറ്റ് ക്രീം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. ആ ഒരു നിങ്ങൾ ചെയ്യുന്ന അതേ മെത്തേഡ് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതിയാകും. അപ്പം ഇത് ഏകദേശം ക്രീമെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലുള്ള പ്ലാസ്റ്റിക് സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ക്രീം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം മാക്സിമം ബിഗിനേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഇതുപോലുള്ള സ്ക്രാപ്പർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കേക്കിന് അത്യാവശ്യം നല്ല ഫിനിഷിങ് ആക്കി എടുക്കാൻ ഈസിയാണ്. അപ്പം മേലുള്ള പോർഷൻ ക്രീം ഞാൻ ലെവലാക്കി കൊടുത്തിട്ടില്ല. ആ ഒരു ഫോൾട്ട് ലൈൻ പോലെ തന്നെയാണ് ക്രീം റിമെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം കേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കേക്ക് ഫൈനൽ ഡെക്കറേഷൻ ചെയ്യാനുള്ള ക്രീം ഇത് കുറച്ച് വൈറ്റ് ക്രീം എടുത്തിട്ടുണ്ട്. അതിൽ ഷെഫ് മാസ്റ്ററിൻ്റെ സ്കൈ ബ്ലൂ കളറിൽ നിന്ന് ഒരു 2-3 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയിട്ട് കളർ വേണം, അതുകൊണ്ട് തന്നെ ഞാനൊരു 1-2 ഡ്രോപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടിയിട്ടൊന്ന് മിക്സാക്കി നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു കളർ മതിയാവും. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ മിക്സാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കളർ മിക്സ് ചെയ്ത ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ക്രീം കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഫോൾട്ട് ലൈൻ ഡിസൈനാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ ഏകദേശം ഹാഫ് പോർഷൻ വരെ ഞാനിതുപോലെ തന്നെ ക്രീം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫോൾട്ട് ലൈൻ കേക്കൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ മുന്നേ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പം എന്തേ ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് ഇതുപോലെ പ്ലാസ്റ്റിക് സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഈ ഒരു ക്രീമിനെ ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തതിൻ്റെ ഏകദേശം പകുതി ക്രീം നമുക്ക് ഇതുപോലെ സ്ക്രാപ്പ് ചെയ്യുമ്പോഴത്തേന് ബാലൻസ് ആയിട്ട് വരും. അപ്പം നല്ല ലെവലായിട്ട് ഞാനിത് ക്രീം കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ആ ഒരു ക്രീമൊക്കെ ബോർഡിൽ വീണ്ടും പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും കൂടിയിട്ടൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതും റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ക്രീം ഉണ്ടല്ലോ, ഇതിലേക്ക് ഞാൻ ഷുഗറിൻ്റെ റോയൽ ബ്ലൂവിൽ നിന്ന് ഒരു 2 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ കൊടുത്ത ലൈറ്റ് ഷെയ്ഡിനേക്കാളും ഒന്നും കൂടിയിട്ട് ഡാർക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെ സ്പാച്ചിലയിൽ കുറച്ചായിട്ട് എടുത്തിട്ട് താഴെ ഒരു ലെയർ പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ പോലെ തന്നെ പൈപ്പിംഗ് ബാഗിൽ കൊടുത്തിട്ടും ഫില്ല് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് കളേഴ്സ് ആകുമ്പോഴത്തേനും വീണ്ടും നമുക്ക് ഒരുപാട് ക്രീമൊക്കെ എടുക്കുമ്പോഴത്തേന് പൈപ്പിംഗ് ബാഗിൽ കൊടുക്കുമ്പോൾ കുറച്ചധികം ക്രീം കൊടുക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ വളരെ ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ക്രീമിൻ്റെ അളവും കുറവായിരിക്കും. അതുപോലെ കളറിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കൊടുത്തു. ഒന്ന് നമ്മുടെ സ്ക്രാപ്പർ വെച്ച് ലെവൽ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ ബോർഡ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും ഈ ഒരു കേക്കിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒന്നും കൂടിയിട്ടൊന്ന് തണുത്ത് കിട്ടണം. അപ്പോൾ ഞാൻ വീണ്ടും ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ആ സമയം കൊണ്ട് ഈ കേക്കിലേക്ക് വേണ്ടുന്നുള്ള ഡെക്കറേഷൻസ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കുറച്ച് പ്രിൻ്റ് ഔട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നോർമൽ പ്രിൻ്റ് അല്ല, നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് എടുക്കുന്ന പ്രിൻ്റാണ്. നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കില്ലേ, ആ ഒരു ഷീറ്റിലാണ് ഈ ഒരു പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രിൻ്റ് എടുക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നല്ല ഗ്ലോസി ആയിട്ട് നല്ല ഷൈനിങ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് കിട്ടും.
അപ്പം ഞാൻ ഈ പിക്ചേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തത് പിൻട്രസ്റ്റിൽ നിന്നാണ്. പിൻട്രസ്റ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി നല്ല നല്ല പിക്ചേഴ്സ് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ പോയിട്ടൊന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ അവർ നമുക്ക് ഇതുപോലെ പ്രിൻ്റ് എടുത്ത് തരും. അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി കുറച്ച് ഗ്രീൻ കളർ ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കളർ മിസ്റ്റിൻ്റെ ലീഫ് ഗ്രീൻ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു കളറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫോണ്ടൻ്റ് ഡെക്കറേഷൻസൊക്കെ സ്റ്റാൻഡിങ് ആയിട്ട് കേക്കിൻ്റെ സൈഡിൽ വെക്കാനുള്ളത് കാരണം ഞാൻ കുറച്ച് ടൈലോസ് പൗഡർ ആഡ് ചെയ്തിട്ടാട്ടോ നീഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഇതുപോലുള്ള നീളത്തിലുള്ള സ്ട്രിപ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കോൺ ഷേപ്പ് പോലെ ആട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള സ്ട്രിപ്സ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോഴത്തേന് എപ്പോഴും നമ്മുടെ കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ആ നീളത്തിന് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാൻ വേറൊരു കളറിൽ കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡിലുള്ള ഫോണ്ടൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഷുഗറിൻ്റെ ലീഫ് ഗ്രീൻ ആണ്. അപ്പം ബാക്കി വന്നിട്ടുള്ള ആ ഒരു ഫോണ്ടൻറ്റിലേക്ക് കുറച്ച് വൈറ്റ് ഫോണ്ടൻറ്റും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കളറും ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു കളറാക്കി എടുത്തിട്ടുള്ളത്. ഇതും നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ കുറച്ച് ആ ഒരു ലീവ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ഫോണ്ടൻറ്റ് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് കുറച്ച് വൈറ്റ് കളർ ഫോണ്ടൻറ്റിലേക്ക് മാജിക് കളേഴ്സിൻ്റെ എഗ് യെല്ലോ എന്ന് ഒരു ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയൊരു ബോൾ എടുത്തിട്ട് ഇത് ഇതുപോലെ റോൾ ചെയ്ത് ഒരു റെയിൻ ഡ്രോപ്പിൻ്റെ ആ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഫോണ്ടൻ ടൂൾ ഇത് ഇതുപോലുള്ള ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേനും ഇതുപോലുള്ള ഒരു ഇംപ്രഷൻ നമുക്ക് കിട്ടും. ഇതുപോലെ കുറച്ചധികം പീസസ് നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ പല കളേഴ്സിലുള്ള ചെയ്യുന്നുണ്ട്. നമുക്ക് യെല്ലോ, അതുപോലെ റെഡ്, ഓറഞ്ച്, ബ്ലൂ ഇങ്ങനെ 3-4 ഷെയ്ഡിലുള്ള ഇതേപോലെ സെയിം ഫോണ്ടൻ്റ് ഡെക്കറേഷൻസ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഞാൻ കുറച്ചധികം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചിലതൊക്കെ 1-2 ഒക്കെ ഒന്നിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കേക്ക് ഇത് പുറത്തെടുത്തു. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കട്ടൗട്ട്സൊക്കെ ഇതുപോലെ ഒരു സ്ക്യൂവറിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പുറകിൽ സെലോ ടേപ്പ് വെച്ചിട്ടാട്ടോ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമ്പർ 6 എന്നുള്ള ആ ഒരു ടോപ്പർ സെൻറ്ററിൽ വെച്ചിട്ട് 2 സൈഡിലായിട്ട് ബേബി ഷാർക്കിൻ്റെ ആ ഒരു പിക്ചേഴ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് വെക്കാം കേട്ടോ. എങ്ങനെ വേണേലും സെൻറ്ററിലോ സൈഡിലോ ഏതാണോ വരേണ്ടത് അങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഇഷ്ടാനുസരണം വെക്കാവുന്നതാണ്. ഇനി പുറകിലായിട്ട് വേറൊരു ഷാർക്കിൻ്റെ പിക്ചറും വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു സൈഡിൽ കേക്കിൻ്റെ സൈഡിലേക്കും 1-2 ഷാർക്കിൻ്റെ പിക്ചേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫോണ്ടൻ്റ് ഡെക്കറേഷൻസ് കേക്കിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലീഫ് പോലുള്ള ഇതില്ലേ, അതൊന്ന് പതിയെ ഇത് വെക്കുമ്പോഴത്തേനും വളരെ ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാനായിട്ട്. 2 കൈ കൊണ്ട് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രീമിലേക്കൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. നമ്മുടെ കൈ ഒരിക്കലും ക്രീമിൽ ടച്ച് ആവാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അത് എല്ലാം തന്നെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരേ നീളത്തിന് വെക്കാണ്ട് ചെറുതും വലുതുമായിട്ടുള്ള രീതിയിൽ വേണം അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ എങ്ങനെ വേണേലും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലുള്ള ഡെക്കറേഷൻസും കൂടിയിട്ട് കേക്കിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസസിൽ ബാക്കിയുള്ള ആ ഒരു ലീഫിൻ്റെ ആ പോർഷൻസ് ഇല്ലേ, അതിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ സ്റ്റാൻഡിങ് ആയിട്ടൊന്ന് മേളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വെക്കുമ്പോഴത്തേന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വളരെ ചെറിയ ചെറിയ പീസസ് വെച്ചാൽ മതി. കുറച്ച് ഹൈറ്റിൽ വെച്ചാൽ അത് വീഴുന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഏകദേശം കേക്കിൻ്റെ ആ ഒരു വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള വൈറ്റ് പേൾസ് 2 സൈസിലുള്ളത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കേക്കിൻ്റെ സൈഡിലും മേളിലൊക്കെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം.
അപ്പോൾ വലിയ പേൾസ് സൈഡിലും മുകളിലുമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ചെറിയ പേൾസ് നമുക്കിതുപോലെ ഒന്ന് സൈഡിലും മുകളിലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം എന്തേ കേക്കിൻ്റെ പണിയെല്ലാം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എന്നാൽ കാണാൻ നല്ല ലുക്കായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ബിഗിനേഴ്സിന് വരെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷൻ കൂടിയാണ്. ഇനി ഞാൻ ഫോണ്ടൻറ്റിൽ നെയിമും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് താഴെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ വർക്ക്. ഈ ഒരു സിമ്പിളായിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് താഴെ കമൻസിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താലും മതിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.